ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹന്ന ഷഫീർ. അപ്പോൾ ഗൈസ്, ഇന്ന് എന്താ വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മളെ കോളേജിലത്തെ എല്ലാ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരു നോമ്പ് തുറ വിചാരിച്ചിട്ടുണ്ട്. ഓരോന്നില്ല, എന്നാലും കുറച്ച് ആൾക്കാർ. അപ്പോൾ എല്ലാവരും ഇതാ ഓരോ സ്ഥലത്താണ്, ഓരോരുത്തർ വീട് കണ്ണൂർ, പിന്നെ തലശ്ശേരി, അവിടെ നിന്നൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞാനിതാ മാറ്റി സെറ്റായിട്ടിരിക്കുകയാണ്. പിന്നെ യാതൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്താവും എന്തോ നമ്മളെ നോമ്പ് തുറ. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ബീച്ചിൽ വെച്ചിട്ടാണ് നോമ്പ് തുറ. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും പ്ലാൻ ചെയ്തില്ല. ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഞാനിതാ ഗൈസ് സെമ്മൂസാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഉണ്ടാക്കാനുള്ളത്. അങ്ങനെ ഗൈസ് ഞാൻ സെമ്മൂസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം മാറ്റിക്കഴിഞ്ഞ് ഇനി നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ ഹുദ എന്നെ വെയിറ്റ് ചെയ്യാണ്. കാരണം ഞാൻ കൂട്ടാന്ന് പറഞ്ഞ് എന്താണ് ആ പെണ്ണിൻ്റെ ഷോ. അതിനിതാ ഗൈസ് നമ്മൾ ബീച്ചിലെത്തിയിരിക്കുക. പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഹുദ പുതിയ ഡ്രസ്സ് ഇട്ടാണ് അറിയിക്കാൻ ഇതാ എല്ലാവർക്കും ടാഗും കാര്യവും പറിക്കാണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇളിയിക്കാണ് കേട്ടോ. ആൾ ഇളിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം. വേഗം ഇളിയുന്നൊരു കൂട്ടമാണ്. അങ്ങനെ ഞങ്ങളിതാ ബീച്ചിലേക്ക് വന്ന് നമ്മളെ ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞ് ഫുഡിനായിട്ട് ഓരോ കാര്യങ്ങൾ എടുത്ത് വെക്കാണ് കേട്ടോ. ഓരോരുത്തരായിട്ട് ഇപ്പുറത്തുനിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ കാര്യം പല തിരക്കിലാണ്. പിന്നെ ഇർഫാൻ പല ഐഡിയാസാണ് പുതിയത്, പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നർത്ഥം. അങ്ങനെതാ ഞാനും ഇർഫാനെയും കൂടി ഇങ്ങനെ ആക്കി. പിന്നെ ഓരോരുത്തരായിട്ട് റീൽ എടുക്കാനായിട്ട് ചെറിയ ഷോട്ട് എടുക്കാനായിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫുഡും ആക്കുന്നുണ്ട്. ഇതൊക്കെ അഭിനയമാണ് ഗൈസ് ഫുള്ളും. പിന്നെ നല്ല വ്യൂവും കാര്യമുണ്ട്. ആയിഷ മിസ്സിന് എന്താ ഞാൻ ഗ്ലാസ്സെങ്കിലും വെക്കട്ടെ ആണ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് സെറ്റാക്കി. അങ്ങനെ ഇതൊക്കെയാണ് ഐറ്റംസ്. പക്ഷെ ഒരു നീറ്റിലല്ല വെച്ച് ഇനിയൊക്കെ സെറ്റാക്കണം. പിന്നെ ഇരുട്ടാവുന്ന മുമ്പേ ഞങ്ങൾ ഫുള്ളും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വിചാരിച്ച് അങ്ങനെ ഒരുവിധമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ബാങ്ക് കൊടുക്കാൻ ഏകദേശം കുറച്ച് ടൈമേ ഉള്ളൂ. പിന്നെ ജ്യൂസായിട്ട് കുറച്ച് ടീമാരെ നമ്മൾ കാത്തിക്കാണ്. അവരെപ്പം വരുമെന്ന് ഏകദേശം ബാങ്ക് കൊടുക്കാനായി. അങ്ങനെ നമ്മൾ അവരെ കാത്തിക്കാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇരുന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ 2 ടീംസ് ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങി വരികയാണ്. ഓലെ കാത്തിട്ടാണ് ഞങ്ങൾ ഇത്രയും നേരം വൈകി ഗൈസ്. അങ്ങനെ ജ്യൂസും കാര്യങ്ങളും. ജ്യൂസ് പറയുമ്പോൾ നമ്മളെ എന്ത് ജ്യൂസായിരുന്നു, മാംഗോ ജ്യൂസും അതേമാതിരി സ്ട്രോബെറി ജ്യൂസും ആയിരുന്നു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഞാൻ വീഡിയോ എടുത്തിട്ട് കണ്ടിട്ട് ഇനി അടുത്ത നാളെ യൂട്യൂബിൽ മെയിൻ അങ്ങനെ എന്തായാലും ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ. അങ്ങനെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ഈ ബോയ്സിനില്ലേ ജീനിട്ടിട്ട് ഇരിക്കാൻ കഴിയില്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. ഫുഡ് എവിടെ ഉണ്ടോ അവിടെ എന്തായാലും നമ്മൾ എത്തിയിരിക്കും, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും ഇരിക്കും. അങ്ങനെ ഓരോരുത്തർ പീസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അങ്ങനെ ഏകദേശം നോമ്പ് തുറക്കാനായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളും ഇതാണ് ഇപ്പോൾ ലാസ്റ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റിലേക്ക് എല്ലാം റെഡിയായി. വെള്ളം മാത്രം എടുത്തേക്കാൻ മറന്നുപോയി. അങ്ങനെ ഓരോരുത്തർ പിന്നെ ഗ്ലാസ്സിൽ ഒഴിക്കാണ്ട് കുപ്പി വാങ്ങി ഇങ്ങനെയൊക്കെ കുടിച്ച് നോമ്പ് തുറന്നിട്ടോ. ജ്യൂസ് പൊട്ടിക്കും ഇതെന്ത് വെള്ള ഇനി എന്റെ സ്ട്രോബെറിത്തെ വെള്ളം കൊടുക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് സൂഫിയിലേക്കാണ് പോയത്. അടിപൊളി മന്തി കഴിക്കാമെന്ന്. അങ്ങനെ ഞാൻ എല്ലാവരുടെ വീഡിയോസും പിന്നെ ഇവരെ വീഡിയോയിൽ കാണുന്നില്ല. അപ്പോൾ ഇവരെ പേരെടുത്ത് വിളിക്കുകയാണ്. ഹരി അങ്ങനെ പോലെ അതൊക്കെ നോക്കുകയാണ്. പിന്നെ ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ അഭിനയം ഭയങ്കര ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ടൈം കഴിയുമ്പോൾ ചിക്കൻ്റെ പീസ് വന്ന് അതിലായിരുന്നു കേട്ടോ. ആരും എടുക്കും വലിയ പീസ് ഹണിയും പിന്നെ നോർമൽ മന്തിയായിരുന്നു വാങ്ങിയത്. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ പീസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അത് സ്വാഭാവികം. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിന്നത്. പിന്നെ ഇതാണല്ലോ കലാപരിപാടികൾ ഉണ്ടാവുക ഒരാളെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. അപ്പോൾ ലവ് യു, ബൈ. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് കാണാം. ബൈ ബൈ.